കേരളം സ്വന്തമായി വികസിക്കാനും വഴി കണ്ടെത്തിയതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ കേരളത്തെ അപമാനിക്കാനും ആക്രമിക്കാനും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. UDF-നും BJP-ക്കും വേണ്ടി. ഇത് ഞാൻ നിഷയോട് ഒരു കാര്യം പറയാം. ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുന്നവരെല്ലാം രാജ്യവിരോധികളാണ് എന്ന അഭിപ്രായം CPM-നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുതിയ മാറിയ CPM-ന്റെ മുഖമായി ഞാൻ കണക്കാക്കാം. ഒരു കാശിന് കൊള്ളയില്ല, 9 കാശിന് ഉപദ്രവവും. പ്രധാനമന്ത്രി വിളിച്ചാൽ ഉടനെ ചായ കുടിക്കാൻ ഓടിച്ചില്ലെന്ന് പേടിച്ചല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ കാര്യം വേറെയാണ്. അവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഇങ്ങ് പോരുന്നത്. അതുകൊണ്ട് ആ ശീലങ്ങളൊന്നും ഇല്ലാത്തൊരു ഗവൺമെന്റാണ് LDF-ന്റെ ഗവൺമെന്റ്. പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. അത്തരം ഒരു പണിക്കും തലകുനിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. അതിന്റെ ഗവൺമെന്റ്, അതിന്റെ മുഖ്യമന്ത്രി. അതാദ്യം രാഷ്ട്രീയ മര്യാദ പാലിക്കും സംസാരിക്കുമ്പോ. ഒരല്പം പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കുമേനെ. ഒന്നുമില്ലേ, നമ്മൾ ഒരു വർഗമല്ലേ. കേന്ദ്ര ധനമന്ത്രിയെ പച്ച പരവതാനി വിരിച്ച് ഞാൻ പറഞ്ഞ വിഷയത്തിന്മേൽ മറുപടി പറ. ധനകാര്യമന്ത്രി ചോദ്യമൊക്കെ ഉണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ നന്നായിട്ട് വിഷയത്തിലാണ് വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടു. അത് ഏതോ വലിയ കുറ്റമായി പോയി. പിന്നെ ഏതാ കുറ്റമല്ലാത്തത്? പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ച ഉടനെ ഓടിച്ചെന്ന് കയറുക അതിൻ്റെ അകത്ത്. അതാ നിന്റെ വിഷമം. എന്നിട്ട് പ്രധാനമന്ത്രിയായിട്ട് വട്ടമേശ സമ്മേളനം നടത്തുക, വ്യക്തിപരമായി ചർച്ചകളിൽ ഏർപ്പെടുക. അത് മാന്യതയുള്ള കാര്യം. എന്റെ ചോദ്യം, ചായ കുടിക്കാൻ മറുപടി പറയാത്തത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം തൊട്ടു പിന്നാലെ മന്ത്രിസഭയിലോ മുന്നണിയിലോ അറിയാതെ PMC കരാർ ഒപ്പിട്ടതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ചോദിക്കാൻ പാടുണ്ടോ? എന്ത് അപ്പുറത്തിരിക്കുന്ന MP അല്ല ആരാണേലും ഞാൻ പറയും, ഞങ്ങൾ വിരട്ടലിന് വിധേയമായെന്ന് ചോദിച്ചാൽ വിരട്ടലിന് വിധേയമായത് ഞങ്ങളല്ല. എന്ത് വിരട്ടലിന് വിധേയമായിട്ടാണ് ചായ കുടിക്കാൻ ഓടിപ്പോയത്? വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഓടിച്ചെല്ലുന്ന പോലെ എന്ത് ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്, പ്രധാനമന്ത്രിയായിട്ടുള്ളത്? അങ്ങനല്ലേ ഓടിച്ചെന്നത്? ഔദ്യോഗിക ക്ഷണമൊന്നും അല്ലല്ലോ. ആ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എൻ്റെ പാർട്ടിക്കുണ്ട്. പിന്നെ വിരട്ടുക, ഞങ്ങളെ വിരട്ടാനോ? ഞങ്ങളങ്ങനെ വിരണ്ടു പോകുന്നവരാണോ? അതുകൊണ്ട് തന്നെ അതെല്ലാം രാഷ്ട്രീയ മറുപടിയാണ്. അതിൻ്റെ അകത്ത് വേറെ ഇടപെടലൊന്നും വേണ്ട. കിബി എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായ ഒരു പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. എതിരായിട്ട് ഇന്ത്യൻ സർക്കാർ, ഇന്ത്യൻ യൂണിയൻ സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ കേരളീയരായ MP-മാർ, കേരളീയരായ കോൺഗ്രസുകാർ, കേരളീയരായ UDF-കാർ കേരളത്തിനൊപ്പം നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ MP-മാർ പതിവായി ഒറ്റുകാരാകുന്നത് പോലെ, UDF MP-മാർ ഒറ്റുകാരാകുന്നത് പോലെ ഇപ്പോൾ UDF-കാർ ഒറ്റുകാരായി മാറിയിരിക്കുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. MP-മാർ, UDF നേതാക്കന്മാർ, ആ ഒറ്റുകാരന്റെ ചിരിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റുകാരെയും വേട്ടക്കാരെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോ ഡോക്ടർ തോമസ് ഐസക്കോ വ്യക്തിപരമായി ഉണ്ടാക്കിയ കമ്പനി അല്ല കിബി. അതുകൊണ്ട് ഞങ്ങൾ ഒരു കോടതിയിലും പോയി നിൽക്കാൻ പോകുന്നില്ല, ഒരു ED-യുടെ മുന്നിലും തലകുനിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അവരുടെ അക്കൗണ്ട് പോകണം. കാരണം എന്താണ്? അവരുടെ കയ്യിലാണ് കുറ്റം. നാഷണൽ ഹെറാൾഡിനെ വിഴുങ്ങി. അതിച്ചിരി കൂടുതലല്ലേ? ഈ പണം മസാല ബോണ്ട് നാഷണൽ ഹൈവേക്കാർ വാങ്ങിച്ചാൽ ഭൂമി വാങ്ങിക്കാതെ വേറെന്ത് പണിയാണ് കാണിക്കണത്? നാഷണൽ ഹൈവേ ഇന്ത്യ രാജ്യത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി അക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പണം ഉപയോഗിച്ചല്ലേ അക്വയർ ചെയ്യുന്നത്? UDF നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് മോദി ചെയ്തോട്ടെ, നിതിൻ ഗഡ്കരി ചെയ്തോട്ടെ, പിണറായി ചെയ്താൽ അപകടമാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞല്ലോ, ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഇന്ന് ഈ ചർച്ച പറഞ്ഞു. ഏതാ അഴിമതിയെന്ന്? നിങ്ങളെന്തിനാ ED-യുടെ വാലെ തൂങ്ങുന്നത്? നിങ്ങളെന്തിനാ മോദിയുടെ വാലെ തൂങ്ങുന്നത്? നിങ്ങൾക്ക് ഒരു അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ കൊല്ലം MPക്ക് ഉന്നയിക്കാൻ വേണ്ടി ED-യുടെ വാലെ തൂങ്ങണം. അല്ല, ഞാൻ പറഞ്ഞതിന് മറുപടിയാ. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അത് വേണ്ട. നിഷയോട് ഞാൻ പറയുന്ന അഴിമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെല്ലുവിളിക്കുന്നു. കൊല്ലം MP-യെ ഞാൻ വെല്ലുവിളിക്കുന്നു.
കേരളത്തിൽ നിന്നുള്ള MP ആണെങ്കിൽ കിഫ്ബിയുടെ പദ്ധതിയിലെ അഴിമതി എന്താണെന്ന് മനോരമയിൽ പറയാൻ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുക്കാൻ സൗകര്യമില്ല. ഈ പണിയായിട്ട് വരരുത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ പ്രധാനമന്ത്രിയുമായി ചായ കുടിക്കാനല്ല പോയത്, ഉച്ചഭക്ഷണത്തിനാണ് പാർലമെന്റിൽ. നിങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ളവർ തൊട്ടപ്പുറത്തിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുമായി ക്യാൻറ്റീനിൽ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹവുമായി ഉച്ചഭക്ഷണം കഴിച്ചത് പരസ്യമായിട്ടാണ്. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. ഷിബു ബേബി ജോൺ കേരളത്തിന്റെ തൊഴിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം അഹമ്മദാബാദിൽ പോയപ്പോൾ അന്നത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് ഒരു ഷാൾ അണിയിച്ചു, ആറന്മുള കണ്ണാടി കൊടുത്തതിന്റെ പേരിൽ ഷിബു ബേബി ജോൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ആളാണ് CPM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സഹ പിണറായി വിജയൻ. നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. ഇവിടെ കേരള ഹൗസിൽ നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രിക്ക് കൊടുത്ത വിരുന്നിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന സംഘ് പരിവാറുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള നാഗ്പൂരിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള ശ്രീ നിതിൻ ഗഡ്കരി കുടുംബത്തോടൊപ്പം ഒരു ദിവസം പിണറായി വിജയന്റെ കുടുംബത്തോടൊപ്പം ക്ലിഫ് ഹൗസിൽ എല്ലാ തരത്തിലുള്ള വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുത്തതിനൊരു ആക്ഷേപവുമില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. അമിത്ഷായുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി പ്രത്യേകമായ കൂടിക്കാഴ്ച. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ സാധാരണഗതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുക്കാറില്ല. ആ കൂടിക്കാഴ്ച നടന്നതിന് ആക്ഷേപമില്ല. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ അത് മുഴുവൻ BJP വർഗീയതയെ പ്രീണിപ്പിക്കുന്നു. ഇത്രയും ബാലിശമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സഹതാപമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിന്റെ പഴയ അസുഖത്തിന് മാറിയില്ലേ ഉണ്ണികൃഷ്ണ? ഇല്ല വിശ്വനാഥ, ഇപ്പൊ കൂടിയിട്ടുള്ളൂ. 2150 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയ CDPQ എന്ന് പറയുന്ന കമ്പനി SNC ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ 20% ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് CDPQ കമ്പനി. ആ SNC ലാവ്ലിൻ കേസിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്മേലുള്ള കേസിൽ ഇപ്പോഴും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ 5 വർഷത്തിനിടയിൽ 1040 കോടി രൂപ മൊത്തം ബോണ്ട് തുകയുടെ പകുതിയിലധികം പലിശ കൊടുക്കുന്നു. അപ്പൊ അതിന്റെ സാമ്പത്തിക ബെനിഫിറ്റ് ഒരു സ്വകാര്യ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സ്വകാര്യ കമ്പനി SNC ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ളതാണ്. അവിടെയാണ് ഞങ്ങൾ ഗൗരവതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഖജനാവിന് പൊതുനഷ്ടം സംഭവിക്കുകയും അതിന്റെ ഗുണം ഒരു സ്വകാര്യ കമ്പനിക്ക് അവിഹിതമായി കിട്ടുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ അത് കറപ്ഷന്റെ പരിധി വരും. അത് തന്നെയാണ് അഴിമതി ആരോപണം. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. ചർച്ചയിൽ ഒരു MP എന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ പറ്റുമോ? അങ്ങനെ MPക്ക് ലോകസഭ പ്രിവിലേജ് ഉണ്ട്, ചാനലിൽ പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ EDയുടെ സമൻസ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അയച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഈ മനോരമ ഫ്ലോറിൽ ഒരു MP പച്ച കള്ളം പറഞ്ഞില്ലേ? നുണ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്തിനാണ് സമൻസ് അയക്കണത്? ഒരു ഉടായിപ്പിന്റെ നമ്മൾ അടിക്കുന്നില്ലേ? നിങ്ങൾക്ക് വിവരമുണ്ടാകുമെന്നാണ് ആളുകൾ ധരിക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഓഹരി വിൽക്കുന്നത് എങ്ങനെയാ? കാര്യം നിങ്ങൾ നമ്മുടെ ഞാൻ കാര്യം പറയാണ്, ഞാൻ കാര്യമല്ല പറയണത്. ഓരോന്നിനും മറുപടി പറയാം. തനിക്ക് വിവരമുണ്ടെന്നോ വിവരമില്ലെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. പച്ചക്കള്ളം പറഞ്ഞിട്ട് മറുപടി, പരസ്പര ബഹുമാനം വേണം. നിങ്ങൾക്ക് അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. ഇത് ഈ ജന്മം ശരിയാവില്ല. കഷ്ടം. പച്ചക്കള്ളം പറഞ്ഞിട്ട് മറുപടിയോ? അത് തന്നെ നമുക്ക് അത്തരത്തിൽ സമയം കളയാൻ മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കള്ളക്കടത്തില് കേരള മുഖ്യമന്ത്രിക്ക് ED സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിൽ നോട്ടീസ് അയച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് അധിക്ഷേപമല്ലേ? അതൊരു പുതിയ അറിവാണല്ലോ. അധിക്ഷേപം എന്നൊരു വാക്കല്ല ഇതിന് പറയേണ്ടത് കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ബ്രാൻഡ് മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമാണോ അന്താരാഷ്ട്ര വിപണിയിൽ പോയി ഇത്രയും കൂടിയ പലിശയ്ക്ക് കടമെടുത്ത് ആ പലിശ സംസ്ഥാന സർക്കാരിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തിരിച്ചടച്ചത്? അതെന്ത് ചോദ്യമാണ്? ഞാൻ ചോദ്യം, NHIയുടെ കണ്ടീഷൻ അനുസരിച്ച് വാങ്ങുന്ന സമയത്ത് ഡോളർ വിലയാണോ, വിൽക്കുന്ന സമയത്ത് ഡോളർ വിലയാണോ, തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഡോളർ വിലയാണോ കരാറ്? മൂന്നെന്ന് പറയുന്നത് വാങ്ങുന്ന സമയത്തുള്ള രൂപയുടെ തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ? ദേശീയപാത അതോറിറ്റി തനതു വരുമാനമുള്ള ഒരു സ്ഥാപനമാണ്. അവർക്ക് പണം മുടക്കുന്നുണ്ടെ പണം തിരിച്ചു കിട്ടും. കിഫ്ബിയുടെ ഒരു പ്രോജക്റ്റിനും അങ്ങനെ പണം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അല്ല
അത് പിന്നെ വായ്പ എടുത്തത് എത്ര പലിശക്കാണ് ഇതിറക്കിയത് എത്ര പലിശക്കാണ്? അല്ലല്ല, 9.72%. NHAയോ 7.3%. 9.72%വും 7.3%വും തമ്മിൽ എന്താണ് ബന്ധം? എടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കുന്നത് വാങ്ങുന്ന സമയത്തെ രൂപ നിരക്കിലാണ്. രൂപയുടെ മൂല്യം കുറയുന്നു. അല്ല, ആർക്ക് സംശയമില്ലെന്ന് കൊടുക്കുന്ന സമയത്ത് നിരക്കിൽ അടക്കണം. അതുകൊണ്ടാണല്ലോ വലിയ തുക പലിശയായി അടക്കേണ്ടി വന്നത്. ഈ കലക്കവെള്ളത്തിൽ നിന്ന് എനിക്കൊരു കാറും സ്ഥാപനവും സ്വന്തമാക്കണമടാ. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് എടുക്കുന്നതിന് കാരണമുണ്ട്. എന്താണ് കാരണം? ഇന്ത്യ ഇന്റർനാഷണൽ ആയിട്ട് റേറ്റിംഗ് ഉള്ളൊരു സ്ഥാപനമായിട്ട് കിബിയെ വളർത്തുകയാണ്. അതൊരു മോഡലായിട്ട് ഞങ്ങൾ വളർത്തുകയാണ്. ആ വളർത്തുന്നതിന് വേണ്ടി ആർബിയുടെ ലൈസൻസ് കുറെ നാളായല്ല സീനിൽ വന്നിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞു കണ്ടില്ലല്ലേ. ഓ നീ പിന്നെ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുമല്ലേ. 5 കൊല്ലം മുമ്പ് വാങ്ങിച്ചു, മസാല കൊണ്ട് തിരിച്ചടച്ചു. മസാല ഉണ്ടായിരുന്ന പണത്തിന്റെ പലിശ തിരിച്ചടക്കുകയും ചെയ്തു. അത് പൊതുഖജനാവിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് വിനിയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ കൊള്ള പലിശയായി ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിന് കൊടുത്തു. ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഉടനെ അത് ഇന്ത്യ വിരോധിയും കേരള വിരോധിയും ആയാലും അതൊന്നും ഇപ്പോൾ ഏൽക്കില്ല. ശ്രീ അനിൽകുമാർ, അത് ഡൽഹിയിൽ ഒരുപാട് പരീക്ഷിച്ചതാണ്. രാജ്യദ്രോഹികൾ, രാജ്യവിരോധികൾ സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുന്നവരെല്ലാം രാജ്യവിരോധികളാണ് എന്ന അഭിപ്രായം CPM-നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുതിയ മാറിയ CPM-ന്റെ മുഖമായി ഞാൻ കണക്കാക്കാം. രാഷ്ട്രീയക്കാരന്റെ അഭിനയം ഉണ്ടല്ലോ, അത് എന്റെ മുമ്പിൽ വേണ്ട. ഇപ്പൊ നിങ്ങൾ പച്ച നുണ പറഞ്ഞു. എന്താ പച്ച നുണ? ഈ 37,000 കോടി രൂപയിൽ ബഹുഭൂരിപക്ഷവും പൊതുമരാമത്ത് വകുപ്പിനും ടൂറിസത്തിനും വന്ന പച്ച നുണ ഇവിടെ പറഞ്ഞു. ഞാൻ അതിന്റെ കണക്കാ ബ്രേക്കപ്പാ പറഞ്ഞത്. താങ്കളുടെ സർക്കാർ നിയമസഭയിൽ വെച്ച രേഖ നുണയാണെന്ന് പറയൂ. നടക്കൂല മോളെ, ഉമേഷ് എഴുതി പരിപാടി നടക്കൂല. ഈ കേരളത്തെ അപമാനിക്കാനും ആക്രമിക്കാനും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. UDF-നും BJP-ക്കും വേണ്ടി. ഇത് കേരളത്തിനെതിരാണ്, മലയാളിക്കെതിരാണ്. ഈ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ കാണാതിരിക്കുന്നതിനുള്ള കണ്ണുകടിയാണ്. അത് കേരളം തിരിച്ചറിയുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും.